ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നെല്ലിപ്പുളി ഉപയോഗിച്ചൊരു അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പം ഞങ്ങളുടെ പറമ്പിൽ കുറച്ച് നെല്ലിപ്പുളി ഉണ്ടായി. അപ്പോൾ അത് പറിച്ച് അച്ചാറിടാമെന്ന് ഓർത്തു. അപ്പോൾ നന്നായി ഉണ്ടാവാറുണ്ട്, പുളി നല്ല തിങ്ങിക്കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞ് പറിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമതും ഉണ്ടാവാൻ തുടങ്ങി. ഫുൾ ടൈം നമ്മൾ ഉണ്ടായി അത് പറിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ പിന്നെയും ഉണ്ടാവാൻ തുടങ്ങും. ഇപ്പം നിറയെ കായ്ച്ചിട്ടുണ്ട്. അതിലിടയ്ക്കിടയ്ക്ക് വലുതായിക്കണതാണിത്. അപ്പോൾ നമുക്ക് അരിനെല്ലിപ്പുളി എങ്ങനെയാണ് അച്ചാറിടണതെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയായ രീതിയിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് അരിനെല്ലിപ്പുളി എങ്ങനെ നല്ല ടേസ്റ്റിയായ രീതിയിൽ അച്ചാറിടാമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ അച്ചാറിടാനായിട്ട് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില, പിന്നെ നമ്മുടെ അരിനെല്ലിപ്പുളി. മസാലകൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഇതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാറിനൊക്കെ എപ്പോഴും കടുക് ഇത്തിരി കൂടുതലിടുന്നതാണ് നല്ലത്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ചെറുതാക്കി അരിഞ്ഞിടുക, അതല്ലെങ്കിൽ വറുത്ത് പൊടിച്ചിടുക. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഇടുക. ഇതൊക്കെ ശരിക്കും മൊരിഞ്ഞ് വരണം. വെളുത്തുള്ളി മൊരിയേണ്ട, വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം, എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ തന്നെ നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 1 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മതി കേട്ടോ. ഞാൻ ആ കളറൊരു നല്ലൊരു എടുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നിറയെ കായം പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിലിടണം. മസാലകളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിടുക. കരിഞ്ഞു പോവാതെ തന്നെ അത് ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 1.5 സ്പൂൺ ഉപ്പിടുക. ഇത് മതിയാവാതെ വരും, നമ്മൾ തന്നെ വിനാഗിരി ഇതിൽ ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് മതിയാവാതെ വരും. അപ്പോൾ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യത്തിന് ഇപ്പം ഞാൻ 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ആവശ്യമില്ലെങ്കിൽ ഒഴിക്കേണ്ട, കാരണം ഈ ഉണ്ടപ്പുളി നല്ല പുളിയുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് അച്ചാറിൽ കുറച്ച് പുളിയും ഉപ്പും അതുപോലെ നേരിയ മധുരിപ്പും ഒക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇനി തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ നെല്ലിക്കപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കപ്പുളി കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കില്ല. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലോ. എന്ത് ഫുഡ് വെച്ചാലും നമ്മൾ നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ എന്താണെങ്കിലും അച്ചാറില്ലാത്തൊരു പരിപാടിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അച്ചാർ ഇഷ്ടമായിരിക്കുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവുന്നത്ര പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.